ഹായ് ഓക്കെമാരെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ലഞ്ച് കഴിച്ചോ? ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകണേ. ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്, മോളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവളുടെ ഇൻറ്റിമേറ്റ്, സ്കൂള് മുതലേ ഉള്ള ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. രണ്ടുപേരും പരീക്ഷ കഴിഞ്ഞ് അതിന്, ഒരാൾ തിരുവനന്തപുരമായിരുന്നു, ഒരാൾ കൊല്ലമായിരുന്നു. രണ്ടുപേരും പരീക്ഷയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് മോള് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ലഞ്ച് കഴിക്കാം. ഗസ്റ്റിനെ കാണിച്ചു തരാവേ. അപ്പം വാ, നമ്മുടെ ലഞ്ച് എന്നാ വന്ന് കാണാം. അവിടെ കുറച്ച് പിന്നെ ആവശ്യമുണ്ട്. മതിയോ? അവിടെ ആവശ്യമുണ്ട്. ചോറ്, പിന്നെ ഞങ്ങളുടെ ഇത് മക്കളുമാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എളുപ്പത്തിൽ വെക്കുന്നൊരു തോരനാണ് പയറ് തോരൻ. ചെറുപയർ കുക്കറിൽ വേവിച്ചിട്ട് ഉപ്പ് ഒഴിച്ച് ഒരു സ്വല്പം മുളക് പൊടി ഇടും, പിന്നെ വെളുത്തുള്ളി, പിന്നെ ദേ അവിയൽ, കിച്ചടി, ബീട്രൂട്ട് കിച്ചടിയാണേ. ബീട്രൂട്ടും തൈരും കൂടെ. ബീട്രൂട്ടിനെ വേവിച്ചതിന് ശേഷം അത് തണുത്തിട്ട് തൈര് വയ്ക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടാ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. ഇതും എൻ്റെ ഫേവറേറ്റ് കറിയാണ്. ഇതും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എളുപ്പത്തിൽ വെക്കുന്നൊരു കറിയാണ്. ഇത് ചൂരമീൻ കറിയാണ്. ചൂരമീന് മുളകിട്ട് വറ്റിച്ച് ഇന്നലേ വെച്ചിരുന്നതാണ്. ഇന്നലെ നമ്മൾ കുറച്ച് എടുത്തു, അതിൻ്റെ ബാലൻസ്. ചാറ് ഒഴിക്കട്ടെ ഇങ്ങനെ. നല്ല ടേസ്റ്റാ അതിൻ്റെ ചാറ്. മക്കൾക്ക് ചാറ് ഒഴിക്കട്ടെ ഇതിനെ. കണ്ട അച്ചാറ്, മാങ്ങ അച്ചാറ്. ഒരു സ്പൂണോട് വെച്ചു. അത് ഇതാ വേണം, മുളകാ വേണം. അതെ, നമ്മുടെ മോര് ഒഴിക്കണ്ട, പച്ചമോരാണ്. ഉണ്ടാ പച്ചമോര്. ഇത് അവസാനം കുടിക്കാനാണേ. അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഇത് ഞാൻ കൈയെടുത്ത് വെക്കാത്തതെന്നറിയാം, 3 പ്ലേറ്റിലും വിളമ്പണം. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പൊ ഇഷ്ടപ്പെട്ടോ എൻ്റെ ലഞ്ച്? ഇഷ്ടപ്പെട്ടോ? ദേ ഇത് നോക്കിക്കേ, ഇഷ്ടപ്പെട്ടോ എൻ്റെ ലഞ്ച്? അപ്പൊ എല്ലാവരും പോയി ചോറ് കഴിച്ചോളൂ. അല്ല, ഇതാണ് മോള്, ഇളയാള്. ഇതാണ്, പറ, എന്തെങ്കിലും പറ. എന്ത് പറയാനൊന്നും പറയാനില്ല. മോളുടെ ഫ്രണ്ടിനെ ഇതാണ്. ഇതാണ് ഫ്രണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കൊച്ചിലും മുതലേ പഠിച്ചത്. ഭയങ്കര ഫ്രണ്ട്സാണ്. എൻ്റെ മോള് കൊല്ലത്ത് പഠിച്ചു, മോള് ട്രിവാൻഡ്രത്ത്. ശേഷമൊക്കെ പറയുന്നു. അതിന്റെ ചാനലിനെ പറ്റി അഭിപ്രായം പറ. അതിന്റെ വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല വീഡിയോസ് ആണ് ചെയ്യുന്നതൊക്കെ. ആടാ, കാണാറുണ്ടോ മോള്? അമ്മയും മോളും അമ്മ കാണാറുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അല്ലേ? ശരി, പറയൂ മോള്, പറയൂ. മമ്മിയുടെ ചാനലിനെ പറ്റി അഭിപ്രായം പറയൂ. മികച്ചത് മതി. അപ്പൊ ഇതൊക്കെയാ കണ്ട എന്റെ ലഞ്ചൊക്കെ കണ്ട. അപ്പൊ ഇന്ന് മോളുടെ ഫ്രണ്ടൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ ഇച്ചിരി കറി കൂടുതലാക്കി കേട്ടോ.
ഇത് ഈ കറി ഞാൻ പറഞ്ഞായിരുന്നു. ഈ പിന്നെ പയറ് തോരനും ഈ പിന്നെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി, ഇത് സ്ഥിരം ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണ്. എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കറികളാണ് ഇതും. ഇതെന്റെ മക്കൾമാർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഇതെന്ന് പറയുന്നത് ചൂരമീനാണ്. കേര എന്നൊക്കെ പറയത്തില്ലേ, ആ മീന് മുളകിട്ട് വറ്റിച്ചതാണ്. അത് ഇന്നലെ വറ്റിച്ച് വെച്ചിരുന്നതാണ്. ഇന്ന് പിന്നെ ഒന്ന് ചൂടാക്കിയത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ. മോള് പഠിക്കാനൊക്കെ പോയതിന് ശേഷം പിന്നെ വല്ലപ്പോഴൊക്കെ അവള് വീട്ടിൽ വരുമ്പോഴത്തേന് വല്ലപ്പോഴൊക്കെ ഇവിടെയും വരും. ഈ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യാരക്ടറാണ്. അവർ ഭയങ്കര കൂട്ടുകാരാ. രണ്ടുപേരും കൂടെ ഭയങ്കര കൂട്ടുകാരാ. നല്ല തിക് ഫ്രണ്ട്സ് ആണ്. കോളേജിലെ വിശേഷമൊക്കെ പറഞ്ഞേ. എന്തുണ്ട് കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല നല്ല കോളേജ് മിസ് ചെയ്യുന്നു. ബോറടിക്കുന്നു അല്ലെ? ഇത്രയും ദിവസം കോളേജിൽ നിന്നിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് ഇപ്പം വീട്ടിലോട്ട് വന്നപ്പോ ഞങ്ങൾ മാറിക്കോളെ. ഇനിയിപ്പം ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഹൗസ് സർജൻസി ആവും. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പിന്നെ ഫുൾ ഡ്യൂട്ടിയിലാണല്ലോ, എൻഗേജിലാണല്ലോ. കോളേജ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കോളേജ് ലൈഫ് ഇല്ലല്ലേ? അത് ശരിയാ. മമ്മി പെൻഷനായ സമയത്ത് കുറച്ച് ദിവസം എന്നാ ബോറടിയായിരുന്നു എന്നറിയാവോ? ഭയങ്കര ബോറടിയായിരുന്നു. മോളോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുന്നത്. എന്തിനേലും കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോറടിയൊക്കെ കുറച്ച് മാറും. അതുകൊണ്ടാണ് മമ്മി അങ്ങനെ തുടങ്ങിയത്. ഹോസ്റ്റലൊക്കെ ആഹാരമൊക്കെ കൊള്ളാം. രാത്രിയൊക്കെ മാത്രം വലിയ സുഖമില്ല. ബാക്കി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും കൊള്ളാം. മക്കളെ അഡ്ജസ്റ്റ് ചെയ്യാം. വെരി ബാഡ് അല്ല, ആവറേജ്. പിന്നെ ഹോസ്റ്റലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. ഹൗസ് വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം പോലെ ഒരുപാട് പേർക്ക് വെക്കുന്നതല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടോ അമ്മയുടെ ഈ കറിക്ക്? ബീട്രൂട്ട് ചേർന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇച്ചിരി തക്കാളിക്ക് ഇച്ചിരി അല്ല, പയറിന് പുളിയില്ലാത്തതുകൊണ്ട്. പുളിയില്ല. അപ്പൊ എല്ലാരും പോയി ചോറ് കഴിച്ചോളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.